പ്രിയപ്പെട്ടവരെ, സുഖമാണല്ലോ? വെൽക്കം ടു ഡേ 27 ഓഫ് അവർ ജേർണി. ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 44 മുതൽ 49 വരെയുള്ള തിരുവചനങ്ങൾ ഇന്ന് നമുക്ക് ധ്യാനവിഷയമാക്കാം. ദ ഓപ്പണിംഗ് ഓഫ് മൈൻഡ്സ്. ഒരിക്കൽ ഇരുട്ടുള്ളി ഒരു മുറിയിൽ ഇരുന്നു കൊണ്ട് ഒരാൾ ഒരു വലിയ പുസ്തകം വായിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അയാൾ വെളിച്ചം വരാനായി ജനലുകൾ ഓരോന്നായി തുറന്നു. അപ്പോൾ മുറിയിൽ വെളിച്ചം നിറഞ്ഞു, പുസ്തകത്തിലെ അക്ഷരങ്ങൾ തെളിഞ്ഞു വന്നു. നമ്മുടെ ഹൃദയവും ബുദ്ധിയും ഇതുപോലെയാണ്. പ്രാർത്ഥനയാകുന്ന വെളിച്ചം ഉള്ളിലേക്ക് വന്നില്ലെങ്കിൽ അത് എത്ര വലിയ കാര്യങ്ങൾ കേട്ടാലും നമുക്കത് മനസ്സിലാകില്ല. ഇൻഫർമേഷൻ ഈസ് നോട്ട് ട്രാൻസ്ഫർമേഷൻ. വി നീഡ് God's light to understand His plan. ഈ വചനത്തിൽ നിന്ന് നമുക്ക് ഒരു പ്രധാന കാര്യം പഠിക്കാം. ദൈവവചനം മനസ്സിലാക്കാൻ ദൈവം തന്നെ സഹായിക്കണം. ദ ഓപ്പണിംഗ് ഓഫ് ദ മൈൻഡ്. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരുടെ അടുത്തെത്തി. എന്നിട്ട് അവർക്ക് തിരുവെഴുത്തുകൾ മനസ്സിലാകാൻ പാകത്തിൽ അവരുടെ ബുദ്ധി തുറന്നു. ഹി ഓപ്പൺഡ് ദെയർ മൈൻഡ്സ്. എത്രയോ കാലം യേശുവിനോടൊപ്പം നടന്നിട്ടും ആ വചനത്തിൻ്റെ ആഴം അവർക്ക് അപ്പോഴാണ് ബോധ്യപ്പെട്ടത്. നമ്മുടെ ബുദ്ധി കൊണ്ടോ അറിവ് കൊണ്ടോ മാത്രം വചനത്തെ തൊടാൻ കഴിയില്ല. പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടി വേണം. പലപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നാറില്ലേ? അല്ലെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് തോന്നാറില്ലേ? ഇന്ന് ബൈബിൾ തുറക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ പ്രാർത്ഥന നടത്താം. കർത്താവേ, എൻ്റെ ബുദ്ധി തുറക്കണമേ. അങ്ങയുടെ വചനം എനിക്ക് വെളിച്ചമാക്കണമേ. നാം ഒറ്റയ്ക്കല്ല. നമ്മെ പഠിപ്പിക്കാൻ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ അറിയുന്ന ഈ സത്യത്തിന് നാം സാക്ഷികളാകണം. ബി വിറ്റ്നസസ്. വചനം വായിക്കുകയല്ല, വചനം നമ്മെ വായിക്കാൻ അനുവദിക്കാം. ഡോണ്ട് ജസ്റ്റ് റീഡ് ദ വേർഡ്, ലെറ്റ് ദ വേർഡ് ഓപ്പൺ യുവർ മൈൻഡ്. ഈ ലണ്ട് 50 ദ ജേർണി നിങ്ങൾക്ക് പ്രചോദനപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഈ സന്ദേശം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാനും മടിക്കരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.